സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോസുമായാണ് സുഹൃത്തുക്കളെ മുമ്പിൽ വരുന്നത്. കാരണം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മുടപ്പല്ലൂരിനട് രാമചന്ദ്രൻ എന്ന 55 വയസ്സ് ചെന്ന ഒരു ക്യാൻസർ രോഗി വളരെ ദയനീയാവസ്ഥയിൽ ആ വീട് വരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ദയനീയാവസ്ഥയായ അവസ്ഥയാണ്. അവസ്ഥയുടെ മറ്റൊരു വീഡിയോസുമായാണ് ഞാൻ നിങ്ങളെ മുമ്പിലെത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും കൈവിടാതെ അവരെയും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷ നമുക്ക്. ആ പ്രതീക്ഷയോടുകൂടി ആ വീഡിയോയിലേക്ക് ഞാൻ കിടക്കും. നമുക്ക് എൻ്റെ പേര് രാമൻ, ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ എൻ്റെ അവസ്ഥ ഒരു രോഗം വന്നിട്ട് സഹായങ്ങളുണ്ടാക്കി ചെയ്ത് എൻ്റെ വീടും കൂടി ഇതാണ്. ഇതിന് നേരെ എനിക്കൊന്നും ചെയ്യാൻ കൊടുക്കാനും ഞങ്ങള് പണിക്ക് പോവുകയാണ്. ഇപ്പൊ കുറെ ആയിട്ട് പണിക്ക് പോകാൻ പറ്റണില്ല. 7 മാസമായി. അതുകൊണ്ട് ഇനിയിപ്പോ തീരെയും പോകാൻ പറ്റില്ല. രൂപർക്കാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കണം. ഇവിടെ എല്ലാവരെ കൊണ്ട് പറഞ്ഞു ആരും ഒരു സഹായവും ഇല്ല. അപ്പൊ ഇന്ന് കട്ടങ്കാപ്പിയെ കൊടുത്തിരിക്കുന്നു. കുടലിൽ കൂടി പാല് പോലും ഇല്ല. വീടും വരെ ഇങ്ങനെയാണ് കിടക്കുന്നത്. നേടാനും വഴിയില്ല. ഒരു പായ് മേടിച്ചിടാൻ പോലും വഴിയില്ലാണ്ടിരിക്കുന്നു. അങ്ങനെയായിട്ടാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത്. ഇപ്പൊ 2 ആഴ്ച ആശുപത്രി പോയിട്ട് വന്നിട്ട് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളെ ആരെങ്കിലും ഒക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കുറച്ചു കാലമെങ്കിലും അയാൾക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. 52 വയസ്സാകുമ്പോഴേക്കും ഒരു കിടപ്പ് രോഗിയായിട്ട് അങ്ങനെ കാണാതെ വെച്ചല്ലോ ഒന്നോ വിചാരിച്ചിരിക്കുന്നു. ഒരുപാട് സങ്കടമുണ്ട്. പണിക്ക് പോകാൻ പണിക്ക് പോയ മനുഷ്യരാണ് ഞങ്ങൾ 2 പേരും. പക്ഷെ പറ്റാണ്ടായി. ഇനി എനിക്ക് പോകാൻ കഴിവില്ല ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും കാണുന്നവരെല്ലാം ഒന്ന് സഹായിക്കണം. ഇനി ആസ്പത്രി പോകാനാവുമ്പോഴേക്കും എന്തെങ്കിലും വിചാരിക്കുക. എല്ലാവരെ കൊണ്ടും ഞാൻ അങ്ങനെ അപേക്ഷിക്കണം. വേറെ ഒരു വഴിയിലാണ് കട്ടങ്ങാത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത്. വേറെ പൈസ ഇല്ലാത്ത. അതുകൊണ്ട് പറഞ്ഞത് എനിക്കിനി ഒന്നും പറയാൻ അറിയില്ല. ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ട്. ഒരുപാട് വീടൊക്കെ കയറ്റി കാണണം നമ്മൾ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ എങ്ങനെയാ ഗതിയില്ലാത്ത കൊണ്ട് 2 മക്കളെ തമിഴ്നാട് കെട്ടിപ്പോകും. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. കുട്ടി കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇയാൾ കുടുംബക്കാരായതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോയി ഇതുവരെ ഈ വീട്ടിലിരുന്ന് ഇപ്പോഴും വീട് നേരെയാക്കാൻ കഴിച്ചിട്ടില്ല. അവസാനം കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വന്ന് പിടിപെട്ടു. ഇപ്പൊ ആശുപത്രി പോയപ്പോ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് കൂടി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. വല്ല കടലാസുകൾ കയ്യിലുണ്ട്, വായിക്കാനൊന്നും അറിയില്ല. അങ്ങനെ അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഇവിടെ ആരും ഒരു സഹായവും ഇല്ല. ആരെങ്കിലും ഒക്കെ സഹായിച്ചു തന്ന ഇനി ആശുപത്രിക്ക് പോകാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ. എനിക്ക് വേറെ ഒരു വഴിയുമില്ല. ഇന്ന് ഞാൻ കട്ടങ്കാത്തി കൊടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് സങ്കടം ഇത്രയും വരുന്നത്. ഞാൻ പറയാണ്. ഇവിടെ പഞ്ചായത്തിലൊക്കെ വീടിന് അപേക്ഷിച്ചു. പക്ഷെ കിട്ടാൻ വഴിയില്ല. എല്ലാവരും വന്നിട്ട് ഞങ്ങള് ആയിട്ട് 2 പേരില്ലേ എന്ന് പറഞ്ഞിട്ട് പോയി ഇവിടുത്തെ വാർഡ് മെമ്പർമാർ. രാമചന്ദ്രന്റെ കുടുംബമാണ്. ഞങ്ങൾ വളരെ അടുത്തറിയുന്ന കുടുംബക്കാരാണ്. പണിയെടുത്ത് വളരെ അധ്വാനിച്ച് ജീവിച്ച ഒരു കുടുംബമാണ്. മക്കളും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. 3 പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചു പോയി. അതിനിടയ്ക്ക് ഇപ്പൊ 52 വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിന്. രോഗം ശരിയല്ലാത്തൊരു രോഗം വന്ന് പിടിപെട്ടു. പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് 2 പേരുമെങ്കിലും ഈ രോഗം വന്നതിനെ തുടർന്ന് പണിക്ക് പോകാൻ പറ്റാതാവുകയും ഈ പെൺകുട്ടിക്ക് അവരുടെ അടുത്തുനിന്ന് മാറാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. അങ്ങനെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ക്യാൻസറിനെ തുടർന്ന് കീമോ ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അവർ ഇതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം കിഡ്നിയെ കൂടി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബം നടത്താൻ പറ്റില്ല, ജോലിക്ക് പോകാനും പറ്റില്ല. വീട് ഈ മാതിരി അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു മഴ നനയാതെ കിടന്നുറങ്ങാൻ സമാധാനത്തിൽ പോലും കഴിയാത്തൊരവസ്ഥ ഈ സമൂഹത്തിൽ. ഇതിനായി ഈ പഞ്ചായത്തിലും മറ്റു പല ആളുകളെയും സമീപിക്കുകയും മറ്റൊക്കെ ഉണ്ടായെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ ഈ 52 വയസ്സേ ആൾക്കായിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പൊ തന്നെ രോഗം വന്ന് ആയതിനാൽ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത്തരം ദുരിതമായൊരു കുടുംബ സാഹചര്യത്തിലാണ് അദ്ദേഹം പോകുന്നത്. എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ സഹായം താമസത്തിനോ ചികിത്സയ്ക്കോ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ആവശ്യം. ചികിത്സയ്ക്ക് പോകാൻ വഴിയില്ല. അവിടെ പോയി വരാനുള്ള ബസ് കൂലി പോലും കയ്യിലില്ലാതെ
കടം വാങ്ങിയും മറ്റൊക്കെയാണ് പോകുന്നത്. പിന്നെ നിത്യ ചെലവുകൾ കുടുംബം കഴിയാനുള്ള വഴിയില്ലാത്തൊരു അവസ്ഥ. അപ്പോൾ എങ്ങനെ മുസ്ലിംസുകളായ ആളുകളുടെ ഒരു സഹായം തേടിക്കൊണ്ടാണ് അവരിയ്ക്കുന്നത്. ആളുകളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാൽ ചികിത്സാ സഹായമായിട്ടോ അല്ലെങ്കിൽ ഈ ചോർന്നൊലിക്കുന്ന അവസ്ഥ മാറ്റിക്കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയും കൂടി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനായി ആരുടെയും സഹായം കിട്ടണമെന്ന് നമ്മൾ അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, കണ്ടല്ലോ നമ്മുടെ രാമചന്ദ്രന്റെ ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ. ഇനി നമ്മൾ ഓരോരുത്തരും കൈകോർത്തെങ്കിൽ മാത്രമേ ഈ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. കാരണം ഒരു ഭവനത്തിന്റെ സ്വപ്നം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം കളക്ടർക്കും പഞ്ചായത്തിനും മറ്റധികൃതർക്കെല്ലാം അപേക്ഷകൾ കൊടുത്തിട്ടും ഒരു പോൺ വഴിയില്ല, ഒരു മാർഗവുമില്ല. ഇനി ഈ ഉറ്റി വീണ് ഈ വെള്ളം മൊത്തം ഈ വീട്ടിന്റെ ഉള്ളിലാണ്. ഒരു രോഗബാധിതനായ ഈ ദേഹത്തിന് കിടന്നുറങ്ങാൻ പോലും വയ്യ, ചികിത്സിക്കാൻ മാർഗമില്ല. ഒരു വീട് ഈ അവസ്ഥയിൽ വളരെ മോശകരമായ ഒരവസ്ഥയിലേക്ക് ഈ കാണുന്ന പ്രേക്ഷകരും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷ അവർക്കുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കൈവിടാതെ ഈ കുടുംബത്തെ സഹായിക്കണം. നമ്മൾ ഇനിയും ഒരു ആത്മാർത്ഥയായിട്ട് എല്ലാവരും കൈകോർത്ത് ഈ കുടുംബത്തെ സഹായിക്കുമെന്നുള്ള ഒരു ഏക പ്രതീക്ഷ ഇവർക്കുണ്ട്. നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ സുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.